ഇന്ന് നമ്മളൊരു ഗെയിമാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു ഗെയിം 1847 നടന്നത്. ഇതിൽ വൈറ്റ് പോൾ മോർഫിയും ബ്ലാക്ക് പോൾ മോർഫിയുടെ അച്ഛൻ അലോൺസോ മോർഫിയാണ്. പോൾ മോർഫിനെ പ്രൈഡ് ആൻഡ് സോറോ ഓഫ് ചെസ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഗെയിം പോൾ മോർഫിയുടെ 9ാമത്തെ വയസ്സിലാണ് കളിച്ചത്. ഇപ്പോൾ മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നത് E4, E5, F4. ഈ ഒരു ഓപ്പണിങ്ങിനെ കിങ്സ് ഗാംബിറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ E ടേക്സ് F4, ബിഷപ്പ് C4, ക്യൂൻ H4 ചെക്ക്, കിങ് F1, ബിഷപ്പ് G5. ഒരു ചെക്ക് മേറ്റ് കൊടുക്കാനായിട്ട് ബ്ലാക്ക് ട്രൈ ചെയ്യുന്നു. D4 കളിച്ച് ബ്ലോക്ക് ചെയ്തു. ബിഷപ്പ് B6, നൈറ്റ് F3 കളിച്ചുകൊണ്ട് ക്യൂവിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ക്യൂൻ E7, നൈറ്റ് C3 കളിച്ചുകൊണ്ട് നല്ലൊരു സെൻട്രൽ കൺട്രോൾ വൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. വൈറ്റിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കിങ് സെൻട്രലിലുമാണ്. പിന്നെ ഈ H1 റൂക്കിനെ ഡെവലപ്പ് ചെയ്യാൻ ഇത്തിരി പ്രയാസമാണ്. ഇവിടെ നൈറ്റ് F6, ബ്ലാക്ക് കാസിലിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ക്യൂൺ D3. ഈ ഒരു പൊസിഷനിൽ ഒരു ബെറ്റർ മൂവ് E5 ആയിരുന്നു. പക്ഷെ ഗെയിമിൽ പോൾ മോർഫി കളിച്ചത് ക്യൂൺ D3, C6, D5 ഒക്കെ കളിച്ച് സെൻട്രലിലോട്ട് ഒരു അറ്റാക്കിന് വേണ്ടി ബ്ലാക്ക് ട്രൈ ചെയ്യുന്നു. ബിഷപ്പ് ഇൻറ്റു F4, D5, ബ്ലാക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. E ടേക്സ് D5. ഇവിടെ ബ്ലാക്കിന് തിരിച്ച് പോണിനെ എടുക്കാൻ പറ്റില്ല, കാരണം റൂക്ക് E1 വന്നിട്ട് പിൻ ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആദ്യം ബ്ലാക്ക് ക്യാൻസൽ ചെയ്തു. അപ്പോൾ വൈറ്റ് D6 കളിച്ചുകൊണ്ട് പോണിനെ അഡ്വാൻസ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു പോണെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്ഡ് പോണാണ്. ബ്ലാക്ക് ക്യൂൺ D8. ഇവിടെ റൂക്കിനെ വൈറ്റ് ഓപ്പൺ ഫയലിലോട്ട് കൊണ്ടുവരുന്നു. ബ്ലാക്ക് റൂക്ക് E8 കളിച്ച് ആ ഒരു ഓപ്പൺ ഫയലിലിരിക്കുന്ന റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഇവിടെ വൈറ്റ് കളിക്കുന്ന ഒരു സൂപ്പർ മൂവ് ആണ് നൈറ്റ് G5. ഇപ്പോൾ H7 പോണിന് ഒരു അറ്റാക്ക് ഉണ്ട്, F7 പോണിന് ഒരു അറ്റാക്ക് ഉണ്ട്. നൈറ്റ് എപ്പോഴെങ്കിലും മാറിയാൽ ക്യൂൻ ഇൻറ്റു H7 ആണ്. ഇവിടെ ബ്ലാക്ക് E1, കിങ് ടേക്സ് റൂക്ക്, ക്യൂൻ E8 ചെക്ക്, കിങ് D2, ബിഷപ്പ് E6. വൈറ്റിന്റെ ബിഷപ്പിനെ ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ബിഷപ്പ് വന്നിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റിന്റെ ഗെയിമിൽ ആക്റ്റീവ് അല്ലാത്ത പീസിനെയും കൂടെ ഗെയിമിൽ കൊണ്ടുവരുന്നു. റൂക്ക് E1. ഇവിടെ ബിഷപ്പിന് ഒരു പ്രഷർ കൊടുക്കുകയും ബിഷപ്പിനെയും ക്യൂവിനെയും പിൻ ചെയ്യുകയാണ് വൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നൈറ്റ് D5 എന്നൊരു മൂവ് ഉണ്ട്. ഇത് കളിച്ചാൽ ക്യൂൻ ഇൻറ്റു H7, കിങ് F8, ക്യൂൻ H8 ചെക്ക്മേറ്റ്. അതുകൊണ്ട് ഇപ്പോൾ ആ മൂവ് പോസിബിൾ അല്ല. ഇവിടെ ബ്ലാക്ക് നൈറ്റ് D7. ഇവിടെ പോൾ മോർഫി നൈറ്റ് ഇൻറ്റു ബിഷപ്പ്, പോൺ ടേക്സ് ബിഷപ്പ്. ഇവിടെ റൂക്ക് ഇൻറ്റു E6. ഈ ഒരു മൂവിൽ വെച്ച് പോൾ മോർഫിയുടെ അച്ഛൻ അലോൺസോ മോർഫി ഗെയിം റിസൈൻ ചെയ്തു. കാരണം ഇവിടെ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. ക്യൂൻ മാറിയാൽ റൂക്ക് E8 ചെക്ക്മേറ്റ്, കാരണം ഡബിൾ ചെക്ക് ഉണ്ട്. ക്യൂൻ F8 കളിച്ച റൂക്ക് ഇൻറ്റു F6 ചെക്കുമാണ്. നെക്സ്റ്റ് മൂവിൽ ക്യൂനെയും കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് ബ്ലാക്കിനില്ല. അതുകൊണ്ട് ബ്ലാക്ക് റിസൈൻ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.